കേരളത്തെ ഞെട്ടിച്ച ഷാരോണിൻ്റെ വധം, അതായത് വധം എന്ന് തന്നെ പറയണം, കൊല്ലാക്കൊല ചെയ്തതാണ് ആ പാവപ്പെട്ട പയ്യനെ. അതിൽ ഗ്രീഷ്മ എന്ന് പറയുന്ന, എന്താണ് ഗ്രീഷ്മയെ ഞാൻ ആ പേര് തന്നെ ഉപയോഗിച്ച് തൽക്കാലം അഭിസംബോധന ചെയ്യട്ടെ, ആ പേരല്ല ഉപയോഗിക്കേണ്ടത്. എന്തായാലും ഗ്രീഷ്മയ്ക്ക് തക്കതായ ശിക്ഷ കിട്ടിയിരിക്കുന്നു. വധശിക്ഷ തന്നെയാണ് വിധിച്ചിരിക്കുന്നത്. കേരളത്തിലെ മൂന്നാമത്തെ പെൺകുട്ടിയാണ് അല്ലെങ്കിൽ സ്ത്രീയാണ് ഗ്രീഷ്മ വധശിക്ഷ കിട്ടുന്നത്. അതിലൊരു നമുക്കൊരു ക്യൂരിയോസിറ്റി ജനിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അതേ ജഡ്ജ് തന്നെയാണ്. അതായത് 2 കേസിൽ 3 പെൺകുട്ടികളുടെ കാര്യത്തിൽ 2 കേസ് വിധിച്ചത് ഒരേ ജഡ്ജ് തന്നെയാണ് എന്നുള്ളതാണ്. നീതിക്ക് വേണ്ടി നീതി നടപ്പിലാക്കുന്ന ഒരു ജഡ്ജ്. എന്താ പറയാനുള്ളത്? തീർച്ചയായിട്ടും എം.എ. ബഷീറിനെ ദൈവതുല്യമായി തന്നെയാണ് എം.എ. ബഷീർ എന്ന് പറയുന്ന ജഡ്ജിയേക്കാൾ ഇന്ന് നമ്മളെല്ലാവരും ആ ഇരിപ്പിടത്തിൽ കണ്ടത് ദൈവത്തെയാണ്. പ്രത്യേകിച്ച് ഷാരോണിൻ്റെ അച്ഛനും അമ്മയും സഹോദരനും കുടുംബാംഗങ്ങളും ഇന്ന് ആ നീതിപീഠത്തിൽ കണ്ടത് ദൈവത്തെയാണ്. എം.എ. ബഷീർ എന്ന് പറയുന്നത് ദൈവത്തെയാണ്. ഇപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നു, സമൂഹ മാധ്യമങ്ങളോ മീഡിയകളോ ജനങ്ങളുടെ സംസാരങ്ങളോ ഒന്നും തന്നെ ബാധിച്ചിട്ടില്ല. ഷാരോണിൻ്റെ അവസ്ഥ മാത്രം കണക്കിലെടുത്തുകൊണ്ടാണ് ഷാരോൺ അനുഭവിച്ച വേദന അത് തനിക്ക് കൃത്യമായി മനസ്സിലായി. മാത്രമല്ല സ്ട്രോങ് ആയുള്ള പോലീസിൻ്റെ കുറ്റപത്രവും അതുതന്നെയാണ് ഗ്രീഷ്മയ്ക്ക് ഇപ്പോൾ വിലങ്ങ് തടിയായത്, അല്ലെങ്കിൽ ഗ്രീഷ്മയെ തൂക്കുകയറിലേക്ക് എത്തിച്ചത് എന്നുള്ളത്. കേരളത്തിൽ ഗ്രീഷ്മ ഉൾപ്പെടെ മൂന്നാമത്തെ സ്ത്രീയാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. ഒരേ കോടതി ഒരേ ജഡ്ജി, അതാണ് ഇപ്പോൾ ഈ കേസിൻ്റെ പ്രത്യേകത. മൊത്തം 26 പേരെ കേരളത്തിൽ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും ലാസ്റ്റായി നടന്നത് 1991 റിപ്പർ ചന്ദ്രനെ വധശിക്ഷ വിധിച്ചതിന് ശേഷം പിന്നീട് ഇങ്ങോട്ട് വധശിക്ഷ വിധിച്ചിട്ടില്ല എന്നുള്ളതാണ്. നമുക്ക് ഒരുപക്ഷെ ഗ്രീഷ്മയെ സംബന്ധിച്ചിടത്തോളം അത് ഏറെ ആശ്വാസകരമാകുമായിരിക്കാം. ഗ്രീഷ്മയ്ക്ക് ഇനി ഹൈക്കോടതിയെ സമീപിക്കാം, അവിടെ നിന്ന് സുപ്രീം കോടതിയെ സമീപിക്കാം. ഇപ്പോൾ ജിഷ വധക്കേസിലെയും സൗമ്യ വധക്കേസിലെയൊക്കെ പ്രതികൾ ജയിലിൽ കിടക്കുന്നത് പോലെ ഇനി എത്ര നാളെ ജയിലിൽ കിടക്കേണ്ടി വരുമെന്നോ, ഹൈക്കോടതിയിലെത്തുമ്പോൾ കേസ് എന്താവുമെന്നോ, വധശിക്ഷ ജീവപര്യന്തത്തിലേക്ക് മാറ്റുമെന്നോ ഒന്നും നമുക്കറിയില്ല. അതൊക്കെ ഇനി കോടതിയെ ഗ്രീഷ്മ സമീപിക്കുമ്പോൾ ആയിരിക്കും. ഗ്രീഷ്മയെ സംബന്ധിച്ചിടത്തോളം നിർവികാരമായി ഒരു വിഷമവും കൂസലും പശ്ചാത്താപവും ഇല്ലാതെയാണ് വിധി കേട്ടത്. വിധിയെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഒരു സമീപനമാണ് ഗ്രീഷ്മയുടെ ഭാഗത്തു നിന്നുണ്ടായത്. തൂക്കുകയർ കിട്ടിയാലും ഞാൻ അതിൽ നിന്ന് ഊരിപ്പോരും എന്നുള്ളൊരു മുഖഭാവമൊക്കെ ആയിരുന്നു ഗ്രീഷ്മയ്ക്ക്. എന്തായാലും കാര്യത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ, ഷാരോൺ അനുഭവിച്ചത് വലിയ വേദന. സ്നേഹിക്കുന്ന ഒരാളെയും വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന സന്ദേശമാണ് ഈ കേസ് സമൂഹത്തിന് നൽകുന്നത്. ഇത്തരം കേസുകളിൽ പരമാവധി ശിക്ഷ നൽകരുതെന്ന് നിയമമൊന്നുമില്ല. ക്രിമിനൽ പശ്ചാത്തലമില്ല എന്ന വാദം കണക്കിലെടുക്കാൻ സാധിക്കില്ല. കേരള മനസ്സാക്ഷിയെ ഞെട്ടിച്ച ഷാരോൺ വധക്കേസിൽ 1-ാം പ്രതി ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ വിധിച്ചുകൊണ്ട് കോടതി പറഞ്ഞ കാര്യങ്ങളാണ് ഇത്. ഈ കേസിൽ ശിക്ഷ വിധിച്ചതോടെ സംസ്ഥാനത്തെ വധശിക്ഷ ലഭിക്കുന്ന 3-ാമത്തെ സ്ത്രീയാണ് ഗ്രീഷ്മ എന്ന് പറയുന്നത്. ഇതിനു മുൻപ് കോളിളക്കം സൃഷ്ടിച്ച കൊല്ലത്തെ വിധുകുമാരൻ തമ്പി വധക്കേസിൽ 2006 മാർച്ചിലാണ് ആദ്യമായി ഒരു സ്ത്രീക്ക് വധശിക്ഷ ലഭിക്കുന്നത്. രണ്ടാമത് വിഴിഞ്ഞം ശാന്തകുമാരി വധക്കേസിൽ 1-ാം പ്രതിയായ റഫീഖ ബീബിക്കാണ് വധശിക്ഷ ലഭിച്ചത്. റഫീഖ ബീബിക്കും ഗ്രീഷ്മയ്ക്കും വധശിക്ഷ ലഭിച്ചത് നെയ്യാറ്റിങ്കര അഡീഷണൽ സെഷൻസ് കോടതി തന്നെയാണ്. മാത്രമല്ല 2 കേസിലും അഡീഷണൽ ജില്ലാ ജഡ്ജി എം.എ. ബഷീർ തന്നെയാണ് വിധി പറഞ്ഞത് എന്നതും മറ്റൊരു പ്രത്യേകത. അതായത് ഇദ്ദേഹം ജീവപര്യന്തം അല്ല, ഇത്തരം കുറ്റങ്ങൾ ചെയ്യുന്നവർക്ക് തൂക്കുകയർ തന്നെയാണ് ഏറ്റവും വലിയ ശിക്ഷയെന്ന് ഏറ്റവും അങ്ങേയറ്റം നീതിപീഠം വിശ്വസിക്കുന്ന ഒരു ജഡ്ജിയാണ് എം.എ. ബഷീർ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. 2006 വിധുകുമാരൻ തമ്പി വധക്കേസിൽ പ്രതിയായ ബിനിതയ്ക്ക് വധശിക്ഷ ലഭിച്ചത്. അന്ന് ബിനിതയ്ക്ക് 35 വയസ്സായിരുന്നു. കൊല്ലം ജില്ലാ സെഷൻസ് കോടതി വിധിച്ച വധശിക്ഷ പിന്നീട് മേൽക്കോടതി ജീവപര്യന്തമായി കുറച്ചു. ബിനിത ഇപ്പോൾ അട്ടക്കുളങ്ങര ജയിലിലാണ്. തിരുവനന്തപുരം മിലിറ്ററി ക്യാമ്പിനടുത്ത് കട നടത്തിയിരുന്ന വിധുകുമാർ തമ്പിയെ ബിനിതയും മിലിറ്ററി ക്യാമ്പിലെ നേഴ്സായിരുന്ന കാമുകൻ രാജുവും ചേർന്ന് ആസൂത്രിതമായി കൊലപ്പെടുത്തിയെന്നാണ് കേസ്. മൃതദേഹം കാറിൻ്റെ ഡിക്കിയിൽ കിടത്തി കൊണ്ടുപോയി ഊട്ടിക്കടുത്ത് കൊക്കയിൽ തള്ളുകയായിരുന്നു. 2006 ഈ സംഭവം. ഇന്ന് ഷാരോൺ കേസിൽ വധശിക്ഷ വിധിച്ചതോടെ 55 പേരാണ് വധശിക്ഷ കാത്തു കഴിയുന്നത്. പൂജപ്പുര സെൻട്രൽ ജയിലിൽ മാത്രം 25 പേർ. ഒടുവിൽ വധശിക്ഷ നടപ്പിലാക്കിയത് 33 വർഷം മുമ്പായിരുന്നു. ചുറ്റിക കൊണ്ട് 14 പേരെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ റിപ്പർ ചന്ദ്രനെ 91 കണ്ണൂർ സെൻട്രൽ ജയിലിൽ തൂക്കിലേറ്റിയത്. പൂജപ്പുരയിൽ 79 കളിയിക്കാവിള സ്വദേശി അഴകേശനെയാണ് ഒടുവിൽ തൂക്കിലേറ്റിയത്. ദുർമന്ത്രവാദത്തിനായി നിരവധി പിഞ്ചു കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തി എന്നുള്ളതാണ് അയാൾക്കെതിരെ ഉണ്ടായിരുന്ന കേസ്. പിഞ്ചു കുട്ടികളെയാണ്.
അപ്പൊ ഇവർക്കൊക്കെ ഒരു യഥാർത്ഥത്തിൽ ലഭിക്കേണ്ട ശിക്ഷ തന്നെ കിട്ടി തീർച്ചയായിട്ടും എന്നുള്ളതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ 55 പേരാണ് വധശിക്ഷ കാത്ത് കഴിയുന്നത്. ഇനി ഈ മേൽക്കോടതികൾ എന്താണോ തീരുമാനിക്കുന്നത്. ഇപ്പോൾ ഇവിടെ സെഷൻസ് കോടതി ഇപ്പോൾ പ്രായം കണക്കിലെടുക്കുന്നില്ല. ഇപ്പോൾ ഒരു എനിക്ക് തോന്നുന്നു അല്ല, അതിലെ ഒരു കാര്യം, ഈ പെൺകുട്ടികൾ മൂന്ന് സ്ത്രീകൾക്കാണ് വധശിക്ഷ ഇതുവരെ വിധിച്ചിട്ടുള്ളത്. ഇപ്പം ഗ്രീഷ്മ വന്നു, ഇനി ആ പാറ്റേണിലേക്ക് ഒരാൾ കൂടി വരുന്നുണ്ട്. ആരാന്നറിയോ? ഫസീല അല്ല, ജോളി, കൂടത്തായി ജോളി. നിയമം എന്താണ്, അങ്ങേയറ്റത്തെ ശിക്ഷ കൊടുക്കുകയാണെങ്കിൽ ജോളിക്ക് ഇത് കേസ് ഇതുവരെ വന്നിട്ടില്ല അല്ലേ? വിധി വന്നിട്ടില്ല. അതിൽ പല സംശയങ്ങളും കോടതിക്കുണ്ട് എന്നൊക്കെയുള്ള വിവരങ്ങൾ ഇടയ്ക്ക് പുറത്തു വന്നിരുന്നത്. പലരും കൂറുമാറിയിട്ടുണ്ട്. ആ കേസ് കൂറുമാറിയിട്ടുണ്ട്. ഈ 6 പേരെയും കൊന്നത് ജോളിയാണോ എന്നുള്ള സംശയം പലരും പ്രകടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ കുറേ സംശയങ്ങൾ ദൂരീകരിക്കാനുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ഈ 6 പേരെ കൊന്നതും ഒറ്റയടിക്ക് തീർത്തു എന്നുള്ളതാണ്. ചിലർ മരിക്കാതെ വന്നപ്പോൾ രണ്ടാമത് വീണ്ടും വിഷം കൊടുത്ത്, സൂപ്പിൽ വിഷം കൊടുത്ത് കൊന്നു എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ അതല്ല സംഭവിച്ചിരിക്കുന്നത്. ഒരു ചെറുപ്പക്കാരൻ്റെ ആന്തരിക അവയവം മുഴുവൻ ദ്രവിച്ചു പോയി 11 ദിവസം ജലപാനം പോലും ഇല്ല എന്ന് പറയുമ്പോൾ ആ ചെറുപ്പക്കാരൻ അനുഭവിച്ച അത്ര വേദന അനുഭവിക്കേണ്ട കുറ്റം അവൻ ചെയ്തിട്ടുണ്ടോ? അവൻ്റെ കയ്യിൽ നഗ്ന വീഡിയോസ് ഉണ്ട് എങ്കിൽ അതിൽ 2 പേരും തെറ്റുകാരല്ലേ? പുരുഷൻ മാത്രമാണ് എങ്ങനെ തെറ്റുകാരനാകുന്നത്? അല്ല, അവസാന ദിവസം പോലും അവനെ ഇത് പറഞ്ഞിട്ടല്ലേ വിളിച്ചു വരുത്തിയത്? അതെ, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം എന്ന് പറഞ്ഞല്ലേ വിളിച്ചു വരുത്തിയത്. സ്വാഭാവികമായും താൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് താലി കെട്ടിയിട്ടുണ്ട്. ഷാരൂണിന്റെ വീട്ടിൽ കൊണ്ടുപോയി താലി കെട്ടിയിട്ടുണ്ട്. സിന്ദൂരം ഇട്ട ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കിടന്ന് കറങ്ങുന്നുണ്ട്. അല്ലെങ്കിൽ അതിന് മുന്നേ ഒക്കെ പുറത്തു വന്നതാണ് ഇട്ട ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ അറിയാവുന്നതായതുകൊണ്ട് താൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണ്. അപ്പോൾ ആ ലൈംഗിക ബന്ധത്തിന് അവൾക്ക് താല്പര്യമില്ല എങ്കിൽ ഒന്നുകിൽ അവൾക്ക് വീട്ടുകാരെ അറിയിക്കാം. ഇവിടെ സംഭവിച്ചത് ഇവിടുത്തെ ഈ പെൺകുട്ടിയുടെ നാട്ടിൽ നമ്മൾ അന്വേഷിച്ചപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്, ഇവിടെ അച്ഛനും അമ്മയ്ക്കും ഒറ്റ മകളാണ് ഈ പെൺകുട്ടി. അമ്മയും അച്ഛനും, അച്ഛൻ ദൂരസ്ഥലത്ത് എവിടെയോ ജോലി ചെന്നൈയിൽ എവിടെയാണെന്നാണ് തോന്നുന്നത്, ജോലി ചെയ്യുകയാണ്. അമ്മ ഒരു സാധാരണ നമ്മൾ ഈ നാട്ടിൻ പുറത്തൊക്കെ കാണുന്ന ഒരു വീട്ടമ്മമാരില്ലേ, ആ തരത്തിലുള്ളൊരു വീട്ടമ്മയാണ്. ഈ വീടെന്ന് പറയുന്നത് ഒരു കയറ്റം കയറുന്നതിൻ്റെ വലത് സൈഡിലാണ് ഈ വീടിരിക്കുന്നത്. ഒരു എന്താ പറയുക, നമ്മൾ ഈ തനി ആഠ്യത്വം നിറഞ്ഞ വീടൊക്കെ കാണുന്ന ഒരു രീതിയാണ് ഈ വീടിന്. വലിയ സംഭവങ്ങളൊന്നുമില്ല, ഒരു നോർമൽ വീട്. പക്ഷേ ഈ പെൺകുട്ടി ആ നാട്ടുകാർക്കെല്ലാം വലിയ ഇഷ്ടമാണ്. ഈ പെൺകുട്ടിയാണ് കുറ്റക്കാരി എന്നറിഞ്ഞ നിമിഷം ആ നാട്ടുകാരൊക്കെ ഞെട്ടി എന്നുള്ളതാണ്. കാരണം ഈ പെൺകുട്ടിയുടെ സൗണ്ട് പോലും വീട്ടിൽ നിന്ന് പുറത്ത് കേൾക്കാറില്ല എന്നുള്ളതാണ്. അത്ര അച്ചടക്കമുള്ള പെൺകുട്ടിയാണ്. പിന്നെ ഈ കുട്ടിയുടെ വീട്ടിൻ്റെ അടുത്തൊക്കെ ഉള്ള കുറച്ച് പേരോടൊക്കെ ചോദിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് പഠിക്കാൻ ചെറുപ്പത്തിലേ മിടുക്കിയായിരുന്നു. നല്ല ബുദ്ധിയുണ്ട്, കൂർമ്മ ബുദ്ധിയുമുണ്ട്, കുശാഗ്ര ബുദ്ധിയുമുണ്ട്, എന്നാൽ നല്ല ബുദ്ധിയുമുണ്ട്. അപ്പോൾ ആ ബുദ്ധിയൊക്കെ ഉപയോഗിച്ചാൽ എവിടെ എത്തേണ്ട പെൺകുട്ടിയാണ്, സമൂഹത്തിന് എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യേണ്ട പെൺകുട്ടിയാണ്. പോട്ടെ, അതിൻ്റെ വിധി അങ്ങനെ ആയിപ്പോയി, നമുക്ക് അത്ര ഇപ്പോൾ പറയാൻ പറ്റും. എന്തായാലും ഈ കുട്ടി 1ാം ക്ലാസ് മുതൽ സമ്മാനങ്ങളൊക്കെ ഒരുപാട് വാരിക്കൂട്ടും. പക്ഷേ ഈ സമ്മാനങ്ങളൊക്കെ കൊണ്ട് വീട്ടിലെത്തുമ്പോൾ ഒരു അവഗണനയാണ് ഇവൾ നേരിട്ടിരുന്നത്. അതായത് ഇതൊക്കെ മാറ്റി വെച്ചിട്ട് പഠിത്തത്തിന് സമ്മാനം വാങ്ങിക്കൊണ്ടുവന്നാൽ ഇതാണ് അച്ഛൻ്റെ അമ്മയുടെ മനോഭാവം എന്നാണ് പറയുന്നത്. അപ്പോൾ ചെറുപ്പത്തിലെ അവഗണന കേട്ട് സ്വയം സന്തോഷിക്കാനായി കള്ളത്തരങ്ങൾ അവൾ സ്വയം കണ്ടെത്തി തുടങ്ങി. മനസ്സിലായില്ല, വീട്ടിൽ നിന്നൊരു സപ്പോർട്ടില്ല. സപ്പോർട്ട് കിട്ടുന്നത് ഇതുപോലെയുള്ള ചെറുപ്പക്കാർ മൊബൈലിലൂടെ മെസ്സേജ് അയക്കുമ്പോഴോ വാവയെന്ന് വിളിക്കുമ്പോഴോ അല്ലെങ്കിൽ അവളെ ചേർത്ത് പിടിക്കുമ്പോഴൊക്കെയാണ് അവൾക്ക് സന്തോഷം കിട്ടുന്നത്. അതുവഴി അവളൊരു ക്രിമിനലായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് അവൾ പോലും അറിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. സന്തോഷത്തിന് വേണ്ടി അവൾ ഏതറ്റം വരെയും പോകും എന്നുള്ളതാണ്. ഇവൾ ഈ ലൈംഗിക ബന്ധത്തിലൊക്കെ ഏർപ്പെട്ടു, ഇവനുമായി റൂം എടുത്തു എന്നൊക്കെ ഇവളുടെ അച്ഛനും അമ്മയും അറിയുന്നത് തന്നെ ഈ കേസ് വന്നതിന് ശേഷമാണ്. കാരണം ഇവൾ അത്രയും മിടുക്കിയായ, അത്രയും നല്ല സ്വഭാവമുള്ള ഒരു പെൺകുട്ടിയാണ്. ഇപ്പൊ അവളെ വർണ്ണിക്കുന്നതല്ല, വീട്ടുകാർക്കും ഇതിൽ കുറെ പങ്ക് ഉണ്ട്. ഇപ്പോൾ അവളത് ചെയ്തതിന് വീട്ടുകാരും ശ്രദ്ധിക്കണമായിരുന്നു അല്ലേ? കുറെയൊക്കെ വീട്ടുകാരുടെ കയ്യിലും പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത്. എന്തായാലും അമ്മാവൻ നിർമ്മൽ കുമാറിന് 3 വർഷത്തെ തടവാണ് ലഭിച്ചിരിക്കുന്നത്. അറിയാം ഗ്രീഷ്മ ഹൈക്കോടതിയെ സമീപിക്കുമോ എന്നൊക്കെ ഉള്ളത്.